നഷ്ടത്തിലാണോ, ഇനി കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾ ആ ഒരു അടച്ചുപൂട്ടൽ എന്ന് പറയുന്ന ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു 4-5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് നിങ്ങൾ അസസ് ചെയ്യുക, നിങ്ങളുടെ ബിസിനസ്സിന് എന്താണ് പറ്റിയത്, എവിടെയാണ് തകർച്ച പറ്റിയതെന്ന് അസസ് ചെയ്യുക. രണ്ടാമതായിട്ട് ക്യാഷ് ഫ്ലോ കൂട്ടുക, കടം കൊടുത്തൊക്കെ തിരിച്ചു വാങ്ങിക്കുക, വീണ്ടും കടം കൊടുക്കാതിരിക്കുക. മൂന്നാമതായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമില്ലാത്ത ചിലവുകൾ, അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് വേണ്ടത് നമുക്ക് ഒരു നല്ല ട്രെയിനിങ്, നല്ലൊരു കോച്ചിങ്, നല്ലൊരു പേഴ്സണൽ അഡ്വൈസ് വാങ്ങുക. എന്തൊക്കെയാണ് പറ്റിയത്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിന് വീണ്ടും സ്കില്ല് കൂട്ടാനും അവരെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അടുത്തതായി വേണ്ടത് നമുക്ക് മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് പ്ലാൻ മാറ്റുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും, അതുകൊണ്ടാവാം നമുക്ക് തകർച്ച സംഭവിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ എന്താണ് പുതിയ ട്രെൻഡ് എന്ന് പഠിച്ച് നമുക്ക് ആ ഒരു ബിസിനസ് പ്ലാൻ മാറ്റാൻ തയ്യാറാവുക. അതിനുശേഷം നമ്മുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മാത്രം അടച്ചുപൂട്ടൽ എന്ന് പറയുന്ന ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു.